എല്ലാവർക്കും നമസ്കാരം. ശിവ ബ്ലെസ്സിങ്സ് ടാരോട്ട് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഡിവൈന് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജിനെ കുറിച്ച് പറയാനാണ്. എന്താണ് നിങ്ങൾക്ക് തരാനുള്ള സ്പെഷ്യൽ മെസ്സേജ്? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു ഡിക്ലെയിമർ പറയുകയാണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ റെസൊനേറ്റ് ആവുന്നത് മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് എടുത്തു വെച്ച് നമ്മൾ ഒരിക്കലും ഇന്നത്തെ ദിവസം ഒരു നല്ല രീതിയിൽ പോവുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ടേക്കുക. അല്ലാത്തത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നത് മാത്രം ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അല്ലെങ്കിൽ ആ മെസ്സേജ് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പം നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ കാർഡുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലൂടെയും മനോവിഷമങ്ങളിലൂടെയാണ് പോകുന്നത്. നയൻ ഓഫ് വാൺസ് പറയുന്നത് തന്നെ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമതകൾ ഉണ്ടാവുന്നുണ്ട്. ആ വിഷമങ്ങൾ രണ്ടാമത്തെ കാർഡിൽ, അതായത് 5 ഓഫ് സ്വാർഡ്സിൽ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടാവാം. ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ക്വറൽസ് ഉണ്ടാവുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് മൂലമുള്ള മാനസിക വിഷമമായിട്ടും പറയുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ഒരു 8 ഓഫ് സ്വാർഡ്സ് വന്നിട്ടുണ്ട്. ആ സ്വാർഡ്സിൽ കണ്ണ് മൂടി കെട്ടി നിൽക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഉണ്ടാവുന്ന ഈ മാനസിക വിഷമങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ഈ കൊറൽസൊക്കെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പം നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു നിങ്ങളുടെ മനസ്സാക്ഷിയായിട്ടുണ്ടാവുന്ന യുദ്ധത്തിനെ ആയിരിക്കാം കാണിക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ണ് മൂടി കെട്ടി നിൽക്കാതെ നിങ്ങൾ കണ്ണിൻ്റെ കെട്ടഴിച്ച് വിട്ട് നിങ്ങൾ നിരീക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ നിന്ന് വരുന്ന സന്ദേശം അതിനെ നിങ്ങൾ വിശ്വസിക്കുക. അതിനെ നിങ്ങൾ മനസ്സാ സ്വീകരിച്ച് നിങ്ങളുടെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ബോട്ടം വന്നേക്കുന്നത് ക്യൂൻ ഓഫ് കപ്പാണ്. ക്യൂൻ ഓഫ് കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കരുണയും സ്നേഹവും ഉള്ള ഒരാളാണ്. അപ്പോൾ കരുണയും സ്നേഹവും, നമ്മൾക്കുള്ള ആ കരുണയും സ്നേഹവും നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നു, നമ്മളോട് തന്നെ നമ്മൾ സ്നേഹിക്കുന്നു എന്നൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് കിട്ടുകയായി. അപ്പോൾ നമ്മുടെ ഇൻഡ്യൂഷൻസിനെ, അതുപോലെ തന്നെ ക്യൂൻ ഓഫ് കപ്പ് നമ്മുടെ ഇൻഡ്യൂഷൻസിനെ കേൾക്കാനായിട്ട് പറയുന്നുണ്ട്. നമുക്ക് മനസ്സിൽ തോന്നുന്ന എന്താണോ ഇൻഡ്യൂഷൻസ് അതിനെ വിശ്വസിക്കുക, മുന്നോട്ട് പോകുക എന്നുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാർഡുകളും ഇവിടെ വന്നിട്ടുണ്ട്. നല്ല കാർഡുകളും ഇവിടെ വന്നിട്ടുണ്ട്. ദ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 7 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 9 ഓഫ് കപ്പും വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. സ്റ്റാർ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശുഭകാര്യം അല്ലെങ്കിൽ ഒരു പ്രത്യാശയുടെ കാർഡാണ്. അത് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാനത് കവർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം പ്രത്യാശയുടെ ഒരു കാർഡാണ് സ്റ്റാർ കാർഡ്. അപ്പോൾ ആ സ്റ്റാർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യാശയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യാശ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. 7 ഓഫ് വാൺസിൽ നിങ്ങൾ ഓരോ ചുവടുവെപ്പും നല്ല കൃത്യതയോടെയും അതുപോലെ തന്നെ ലക്ഷ്യബോധത്തോടു കൂടി നിങ്ങൾ മുന്നോട്ടെടുത്ത് വെക്കുന്നുണ്ട്. ആ കാൽവെപ്പ് അല്ലെങ്കിൽ ആ ചുവടുവെപ്പ് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 9 ഓഫ് കപ്പിൻ്റെ എനർജി ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് അബണ്ടൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം, സമൃദ്ധി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാർഡ് 9 ഓഫ് കപ്പ് പറയുന്നത് അത്രയും വലിയ സമൃദ്ധിയും സന്തോഷവും ഉണ്ടാവുമെന്ന് തന്നെയാണ്. അപ്പം നമുക്ക് ഓവറോൾ നമ്മുടെ ഡിവൈൻ തരുന്ന ഇന്നത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്നേഹമുള്ളവളായിരിക്കുക, അല്ലെങ്കിൽ സ്നേഹമുള്ളവനായിരിക്കുക. നമ്മുടെ ഉള്ളിലെ ഇൻഡ്യൂഷൻസിനെ നമ്മൾ കൂടുതലായിട്ടും
എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നമ്മളോട് പറയുന്നത്, നമ്മുടെ സൊല്യൂഷൻസ്, നമുക്കുണ്ടാവുന്ന മാനസിക സമ്മർദ്ദം, നമ്മുടെ പിരിമുറുക്കങ്ങൾ, നമ്മളോട് തന്നെ ചെയ്യുന്ന യുദ്ധങ്ങൾ, അതിനൊക്കെ ഉള്ള സൊല്യൂഷൻസ് എന്താണ്? നമ്മുടെ കണ്ണ് തുറന്ന് നമ്മൾ മുന്നോട്ട് നോക്കുക. അതുപോലെ തന്നെ ഇൻറ്റ്യൂഷൻസിനെ വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് വന്നു ചേരുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതാണ് സ്റ്റാർ കാർഡും സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 9 ഓഫ് കപ്സും 7 ഓഫ് വാണ്ട്സും സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ റീഡിങ് റെസോണേറ്റായി എന്ന് വിചാരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഇനിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. നിങ്ങൾക്ക് റെസൊണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.